BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു 2026 മിഷൻ 2026 തൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി 35,000 വോട്ടുകൾ വരെ കിട്ടിയ ഏതാണ്ട് 60 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ ഫോക്കസ് ചെയ്യും, കേരളത്തിൻ്റെ ഭരണം പിടിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം, തൻ്റെ പ്രസിഡൻഷ്യൽഷിപ്പിൻ്റെ ലക്ഷ്യം. അപ്പോൾ BJPക്ക് കേരള ഭരണം കിട്ടുമോ? ഇല്ലെങ്കിൽ കിട്ടാതിരിക്കാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? 2026 ഭരണം കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ്. ഇറ്റ്സ് ഒരു ടു ഹൈ ടാർഗറ്റ്. ബട്ട് ദെൻ ഒരു പാർട്ടി പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് അതിൽ കുറഞ്ഞ ഒരു ടാർഗറ്റ് അദ്ദേഹം വയ്ക്കുന്നതും ഭൂഷണമല്ല. ഇൻറ്റേർണലി പുള്ളിക്ക് അസസ്മെൻ്റ് ഉണ്ടാവും, എത്ര സീറ്റ് വരെ പോകാം എന്നൊക്കെ. ബട്ട് എക്സ്റ്റേണലി പറയുമ്പോൾ എല്ലാവരും ഞങ്ങൾ ഭരണം പിടിക്കും എന്ന് പറയും. അങ്ങനെ വേണം പറയാൻ. അല്ലെ, ഭരണം കിട്ടാനില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് കൂടെ നടക്കുന്നതെന്നുള്ള ഒരു ചോദ്യം വരുമല്ലോ. സ്വാഭാവികമാണ് അത്. അങ്ങനെ വേണം ചെയ്യാൻ. ഈ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ അല്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നും കിട്ടുമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, താഴെയുള്ളവരുടെ മുറയിൽ ഡൗണാകും. അധ്വാനിച്ചിട്ട് കാര്യമൊന്നുമില്ല, പ്രസിഡൻറ്റ് തന്നെ പറയുന്നു വലുതായിട്ടൊന്നും കിട്ടാനില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഒരു പാർട്ടിയും ഒരു പ്രസിഡൻറ്റും ഇങ്ങനെ പറഞ്ഞുകൂടാ, നെവർ സെറ്റിൽ ഫോർ എ ലെസർ തിങ് ദാൻ ദ റൂളിംഗ് പൊസിഷൻ. അപ്പോൾ ആ ഒരു അലവൻസ് നമ്മൾ രാജീവ് ചന്ദ്രശേഖറിനും കൊടുക്കണം. രാജീവ് ചന്ദ്രശേഖറിന് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന് ഇതുവരെ ഈ അഡ്മിനിസ്ട്രേഷൻ ഒരു സംഘടനാ എക്സ്പീരിയൻസ് ഇല്ല. ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് താരതമ്യം ചെയ്യാമായിരുന്നു. ഫ്രഷാണ് ആൾ, സംഘടനയിൽ ഫ്രഷാണ്, അതിൻ്റെതായ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ബട്ട് സംഘടനയുടെ തലപ്പത്ത് ഫ്രഷാണ്. ആദ്യമായിട്ടാണ് സംഘടനാ യന്ത്രത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട ആളായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ അലവൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് ഈ സംഘടന നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്ക് പോലെയോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന പോലെയോ അല്ല. അത് വേറൊരു സ്കില്ലാണ്. ഒന്ന്, കേൾക്കാൻ തയ്യാറുള്ള ആൾ. ഞാൻ കേരള BJPയിൽ പ്രസിഡൻ്റ് ആരാവും എന്നുള്ളത് അന്വേഷിച്ചിരുന്നില്ല. പക്ഷേ കേന്ദ്ര BJPയുടെ പ്രസിഡൻ്റ് ആരാവും എന്നുള്ളത് ഞാൻ അത്യാവശ്യം അന്വേഷിച്ചിരുന്നു. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് കേന്ദ്രം ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത്, പ്രസിഡൻറ്റിനെ അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് അവരെടുക്കുന്ന പ്രസിഡൻറ്റിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് കേൾക്കാൻ തയ്യാറുള്ള പ്രസിഡൻറ്റ്. പ്രവർത്തകർ അവർ പറയുന്നത് ഗ്രീവൻസ് ആയിരിക്കാം, നോൺസെൻസ് ആയിരിക്കാം, എന്തുമായിരിക്കാം, അത് കേൾക്കണം. പലർക്കും ഇത് കേട്ടാൽ തന്നെ പകുതി ആശ്വാസമാകും. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആശ്വാസത്തോടെ പൊക്കോളും. ഇത് കേട്ടില്ലെങ്കിലുള്ള കുഴപ്പം അതൊരു ഗ്രീവൻസ് ആയിട്ട് മാറും. അതിങ്ങനെ മനസ്സിൽ കിടന്ന് തിങ്ങും. പറയാനൊരു വേദിയില്ല, കേൾക്കാൻ ആളില്ല, ആരോട് പറയാൻ, എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. യു ലുക്ക് അറ്റ് സോഷ്യൽ മീഡിയ, വളരെ പോപ്പുലറായിട്ടുള്ളൊരു കമൻ്റാണ് ആരോട് പറയാൻ ആര് കേൾക്കാൻ. ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന ആളോട് പറയാം, ഇന്ന ആൾ കേൾക്കും എന്നൊരു ആൻസർ BJPയുടെ ഭാഗത്തു നിന്ന് കൊടുക്കണം. അതിനും കൂടെ പറ്റിയൊരു പേഴ്സണാലിറ്റിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് അവർ വിചാരിച്ച് കാണും കേന്ദ്രത്തിൽ. അതൊരു വലിയ ക്വാളിറ്റിയാണ്. വലിയ ക്വാളിറ്റിയാണ്. പറയാൻ വലിയ ക്വാളിറ്റിയൊന്നും വേണ്ട, കേൾക്കാനാണ് അസാമാന്യമായ ക്ഷമയും സഹനശക്തിയൊക്കെ വേണ്ടത്. കാരണം ഇവൻ പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിരിക്കും, പലപ്പോഴും ശുദ്ധ പരദൂഷണമായിരിക്കും, അസൂയായിരിക്കും. പക്ഷെ അവൻ പ്രവർത്തകനാണ്, അവൻ പറയുന്നത് കേൾക്കണം. കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 90% പ്രവർത്തകരും ഹാപ്പിയാവും. 90% പ്രോബ്ലംസ് വിൽ ബി സോൾവ് വൺസ് യു ഡിസൈഡ് ടു ലിസൺ ടു ദ പ്രോബ്ലം. ജസ്റ്റ് ലിസൺ. ഒരു സൊല്യൂഷനും വേണ്ട. അവർ സൊല്യൂഷൻ പ്രതീക്ഷിക്കുന്നുമില്ല. അവർക്ക് തന്നെ അറിയാം സൊല്യൂഷൻ ഇല്ലാത്തൊരു കീറാമുട്ടിയാണ് ഞാൻ പ്രസിഡൻറ്റിന് മുമ്പിൽ വയ്ക്കുന്നതെന്ന് പറയുന്നവനും അറിയാം. അതുകൊണ്ട് ഈ പറയുക എന്നുള്ളതാണ് അയാളുടെ ആവശ്യം, അത് കേൾക്കാൻ ആളുണ്ടാവുക. അപ്പോൾ ഇത് ഒരു ക്വാളിറ്റി.
വിച്ച് ഈസ് യെറ്റ് ടു ബി പ്രൂവൺ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഫസ്റ്റ് ടൈം സംഘടനയിൽ പ്രസിഡൻ്റ് ആവുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. സോ അതുകൊണ്ട് ഞാൻ അസാമാന്യമായ അലവൻസ് അദ്ദേഹത്തിന് കൊടുക്കും. അത് പ്രവർത്തിക്കട്ടെ, പ്രവർത്തിച്ച് ഒരു പരുവമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് 1-2 വർഷം കഴിയുമ്പോഴെങ്കിലും, ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അത് ഇത് വെച്ചിട്ട് പോലും രാജീവ് ചന്ദ്രശേഖറിനെ അസസ് ചെയ്യുന്നത് തീർച്ചയായും അത് പാടില്ല. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സാമാന്യം നല്ല സംഘടനാ സംവിധാനം ഉള്ള ഒരു പാർട്ടിയാണ് BJP. ഈ പറയുന്ന മാതിരിയുള്ള ഗ്രൂപ്പ് വഴക്കൊന്നും BJPയിലില്ല. ചില അസ്വാരസ്യങ്ങളുണ്ട് വ്യക്തിപരമായിട്ടുള്ളത്, അല്ലാതെ അതൊരു ഗ്രൂപ്പായിട്ടൊന്നും രൂപാന്തരപ്പെട്ടിട്ടില്ല ഇതുവരെ. കാരണം ഗ്രൂപ്പിൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരല്ല സംഘപരിവാറിൻ്റെ ആൾക്കാർ. ഒരു ഗ്രൂപ്പിലും അവർ താൽക്കാലികമായിട്ടൊരു ഇഷ്യൂവിൽ അയാളെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ അയാളുടെ ഗ്രൂപ്പാണ്, അയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്ത്. അങ്ങനെ ഒരു പരിപാടി സംഘപരിവാറിന് ഇല്ല. അവർ പറയും അത് പറ്റില്ല ചേട്ടാ. ഇത് സംഘപരിവാർ വിട്ടുപോയ ആൾക്കാരോട് ചോദിച്ചാൽ ഇതറിയാം. വിട്ടുപോയ ആൾക്കാർ പാരലൽ സംഘം ഉണ്ടാക്കാനും പാരലൽ BJP ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, ക്ലച്ച് പിടിച്ചിട്ടില്ല. കാരണം അവർ വിചാരിച്ച് ഞാൻ ഇത്ര പോപ്പുലറായ ഒരു ലീഡറാണ്, ഞാൻ വേറൊരു പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആൾ നിൽക്കും. നടന്നില്ല. മാക്സിമം സംഭവിച്ചതെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് BJPക്ക് ഡാമേജ് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത 2 പേരാണ്. ഒന്ന് നമ്മളുടെ യെദ്യൂരപ്പ കർണാടകയിൽ, പിന്നെ വകേല KJP ഉണ്ടാക്കി പുള്ളി. കർണാടക ജനതാ പാർട്ടി KJP എന്ന് പറഞ്ഞുണ്ടാക്കി. അങ്ങേർക്കോ ഗുണം പിടിച്ചില്ല, ഉള്ള BJPയുടെ ഭരണവും പോയി, ആകെ പ്രശ്നമായി. ഇപ്പം BJPക്ക് മനസ്സിലായി ഇദ്ദേഹം ചില്ലറക്കാരനല്ല, അദ്ദേഹത്തെ തിരിച്ചെടുത്തു. പിന്നെ വേറൊരാൾ കല്യാൺ സിംഗ്, ഉത്തർപ്രദേശിൽ. കല്യാൺ സിംഗിന് ഇതുപോലെ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റി. 2 കൂട്ടർക്കും വെളിവ് വീണു, BJPക്കും വെളിവ് വീണു, കല്യാൺ സിംഗിനും വെളിവ് വീണു. കല്യാൺ സിംഗ് തിരിച്ച് BJPയിലേക്ക്. വകേല അങ്ങനെയല്ലായിരുന്നു. വകേല റിവോൾട്ട് ചെയ്ത് പുറത്തുപോയി. ഫൈനലി വകേല കോൺഗ്രസ്സിലേക്ക് പോവുകയായിരുന്നു. കോൺഗ്രസ്സിൽ പോയിട്ട് അവിടുത്തെ ഗുജറാത്ത് PCC പ്രസിഡൻ്റൊക്കെ ആയി. അങ്ങനെ അങ്ങ് പോയി. പക്ഷേ വകേലയോട് കൂടെ BJPയുടെ ആരും പോയില്ല. പോയി കുറേ MLA-മാരെ കൊണ്ടുപോയി അങ്ങനെ ഭരണം അട്ടിമറിക്കാൻ. വകേലയാണ് ആദ്യമായിട്ട് ഈ ഫ്ലൈറ്റിൽ ആൾക്കാരെ കൊണ്ടുപോകുന്ന മനുഷ്യൻ. മധ്യപ്രദേശിലെ ഒരു റിസോർട്ടിലേക്ക് ഫ്ലൈറ്റിൽ MLA-മാരെ കയറ്റിക്കൊണ്ടുപോയ ആദ്യത്തെ ആൾ വകേലയാണ്. അങ്ങനെ ഒരു ചരിത്രം. ഭീകരമായ റിവോൾട്ടായിരുന്നു വകേലയുടെ. അത്രയധികം സ്വാധീനവും വകേലയ്ക്ക് ഉണ്ടായിരുന്നു. അന്ന് വകേല ഇൻ്റർവ്യൂവിൽ, ഞാൻ ഈ കേൾക്കുന്ന ആൾ വേണമെന്ന് പറയാൻ കാര്യം, അന്ന് വകേല പറഞ്ഞു, ഞാൻ 3 തവണ അഹമ്മദാബാദ് എയർപോർട്ടിൽ വെച്ച് അദ്വാനിയെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം അവസരം തന്നില്ല. ഇത് പറഞ്ഞപ്പോൾ വകേലയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. കയ്യിൽ വിൽ സിഗരറ്റും ഉണ്ടായിരുന്നു. സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു വകേല, പരസ്യമായിട്ട്. സിഗരറ്റ് വെച്ചുകൊണ്ടാണ് പുള്ളി ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. വല്ലാതെ വികാരഭരിതനായിട്ട് കണ്ണു നിറഞ്ഞു. അപ്പം മീഡിയയ്ക്കൊരു കുസൃതിയുണ്ടല്ലോ, ആ സമയം വന്നു കഴിയുമ്പോൾ അങ്ങ് സൂം ചെയ്ത് ഇല്ലാത്ത കണ്ണീരും കൂടെ നമുക്ക് കാണത്തക്ക രീതിയിൽ. ഇപ്പോൾ വകേലയുടെ ആകെ ഒരു പ്രശ്നം, എന്നെ കേട്ടില്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, കേട്ടില്ല. ഇപ്പോൾ അദ്വാനി പറഞ്ഞു നോ ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറിപ്പോയി. എയർപോർട്ടിലെ ലോഞ്ചിലിരുന്ന് സംസാരിക്കാനുള്ള കാര്യമേ ഉള്ളൂ. ഇപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ഇത്രയ്ക്ക് വിലയില്ലേ ഈ പാർട്ടിയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട്. ദിസ് വാസ് ഹിസ് ഗ്രീവൻസ്. ഇപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് നരേന്ദ്രമോദി, അമിത്ഷാ. മുൻപ് നടന്ന വകേല വാസ് സീനിയർ ടു ദീസ് പീപ്പിൾ. കേശുഭായ് പട്ടേൽ വാസ് സീനിയർ. അപ്പോൾ അന്ന് നടന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ആ പ്രശ്നം മൂർധന്യത്തിലെത്തിയപ്പോഴാണ് നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ കൊണ്ടുവരുന്നത്. യു റിമെമ്പർ ദാറ്റ്. 97 നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ കാല് കുത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ കേശുഭായ് പട്ടേൽ എല്ലാം കൂടെ പറപ്പിച്ചതാണ്. വി ഡോണ്ട് വാണ്ട് ദിസ് മാൻ, ഇയാൾ മഹാക്കുഴപ്പക്കാരനാണ്, ഇയാളെ ഇവിടെ നിന്ന് പിൻവലിക്കണം. പിൻവലിച്ചു നരേന്ദ്രമോദിയെ. നരേന്ദ്രമോദി പിന്നെ ഗുജറാത്തിൽ പോയില്ല. ഒടുവിൽ 97 ഇത് സംഭവിച്ചു. 2000 അവസാനമായപ്പോൾ സംഗതികളാകെ കൂടെ മാറി. മോദി മാത്രമേ ഒരു സൊല്യൂഷനുള്ളൂ എന്നുള്ള സ്ഥിതിയായി. മോദി നേരെ മുഖ്യമന്ത്രിയായിട്ട് വന്നു. അപ്പോൾ ഈ കേൾക്കുക എന്നുള്ള കാര്യം എപ്പോഴും എല്ലാ പാർട്ടിയിലും, ഇവിടെ മാത്രമല്ല എല്ലാ പാർട്ടിയിലും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കേൾക്കുക എന്നുള്ളത്.
RSS സുദർശൻജി സർസംഘചാലകമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ സിസ്റ്റം ഉണ്ടോയെന്നറിയില്ല, ഉണ്ടാവണം. സുദർശൻജി വെൽവിഷേഴ്സായിട്ടുള്ള ക്രിട്ടിക്സിനെ വിളിച്ചു വരുത്തും. അരുൺ ഷൂറി, പിന്നെ ആ പത്രലേഖനുണ്ടായിരുന്നല്ലോ, എനിക്ക് പേരിപ്പോൾ ഓർമ്മ വരുന്നില്ല, ബംഗാളി, ഇവരെല്ലാം അവർ സ്നേഹപൂർവ്വമാണ് RSSനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, നന്നാവാനായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവർ. ഇവരെ നാഗ്പൂരിൽ വിളിച്ചു വരുത്തും. എന്നിട്ട് സംസാരിക്കാൻ പറയും, കുറിച്ചെടുക്കാൻ ആളെയും ഇരുത്തും. റെക്കോർഡ് ചെയ്യില്ല. റെക്കോർഡ് ചെയ്യുന്നത് ഒരു മാന്യതയല്ല. റെക്കോർഡ് ചെയ്യുമ്പോൾ ആൾക്കാർ എപ്പോഴും ശബ്ദം റെക്കോർഡ് ചെയ്യുന്നു. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യില്ല, ഉറപ്പ് കൊടുത്തിട്ട് എഴുതിയെടുക്കും. ഒന്നും കൗണ്ടർ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ക്ലാരിഫിക്കേഷൻ മാത്രം. ആരാ ഏത് ജോഷിയാണെന്ന് പറഞ്ഞ് പ്രമോദ് ജോഷി, പ്രമോദ് ജോഷി. ഇങ്ങനെയല്ലാതെ വേറെ ഒരു ചോദ്യമില്ല. ഹാഫ് ഡേ കേൾക്കുക. ഒരാൾക്ക് സംസാരിക്കാൻ ഹാഫ് ഡേ, ഉച്ച ഊണിൻ്റെ സമയം വരെ നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ RSSനെ, ഞങ്ങളത് കുറിച്ചെടുക്കും. ഈ ഒരു സിസ്റ്റം കേൾക്കാനായിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഐ ഹോപ്പ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടി പ്രവർത്തകരെ കേൾക്കാനും പൊതുജനങ്ങളെ കേൾക്കാനും തയ്യാറായി കഴിഞ്ഞാൽ നോ ഡൗട്ട് ചിലപ്പോൾ 2026 തന്നെ ഈ അത്ഭുതം സംഭവിച്ചു. അല്ല, കേരളത്തിൽ BJPക്ക് ഈ ഭരണത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ തടസ്സം BJPക്ക് ഒരു വിഭാഗത്തിൻ്റെ, ഓപ്പൺലി പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിൻ്റെ വിശ്വാസ്യത മാത്രമേ ഉള്ളൂ, വോട്ടുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും കിട്ടുമെന്ന് പറയാം. അപ്പോൾ കേരളത്തിൽ മറ്റു പ്രബലരായ 2 സമുദായങ്ങളുടെ ഇടയിലേക്ക് പെനിട്രേറ്റ് ചെയ്യാതെ, ഇറങ്ങിച്ചെല്ലാതെ എങ്ങനെ BJPക്ക് കേരള ഭരണം നേടിയെടുക്കാൻ പറ്റും? അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോഴത്തെ ജനാധിപത്യ രീതി, ജനാധിപത്യത്തിൻ്റെ ഇക്വേഷൻസ് ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഇപ്പോൾ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് ഒരു ലീഡറും ഒരു നരേറ്റീവും ആവശ്യമാണ്. അതിപ്പോൾ സ്ട്രോങ് ലീഡർ, നരേറ്റീവ്. ഇതില്ലാതെയും ഒക്കെ BJP ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മഹാരാഷ്ട്രയിൽ അവിടെ ലീഡർ ഉണ്ടായിരുന്നു, നരേറ്റീവ് ഉണ്ടായിരുന്നു. മഹാരാഷ്ട്ര ജയിച്ചു. ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ലീഡറും ഇല്ല, നരേറ്റീവും ഇല്ല, അവിടെയും ജയിച്ചു. അതെ, ഇത് ഓരോ സാഹചര്യം അനുസരിച്ചാണ് ഈ തന്ത്രം മെനയുന്നത്. പക്ഷേ കേരളത്തിൽ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. BJPക്ക് ഭരണം കിട്ടി, ആരാ നിങ്ങളുടെ CM, ആരാ നിങ്ങളുടെ ആഭ്യന്തരം, ആരാ നിങ്ങളുടെ ധനകാര്യം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം കണ്ടെത്തണം. BJPക്ക് ഒരു ആ രീതിയിൽ വളർന്നു വരുന്ന ആൾക്കാരുണ്ടെന്നും കപ്പാസിറ്റി ഉണ്ടെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അതൊരു ജെനുവിൻ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ 2026 ഭരണം പിടിക്കുന്നു എന്ന് പറയുന്നു. ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, റവന്യൂ, ഫിനാൻസ്, ഇത്രയും പറഞ്ഞ പോലെ കംപ്ലീറ്റ് സ്പോർട്സ്, യുവജനക്ഷേമ മന്ത്രി ആരാന്നൊന്നും ആരും ചോദിക്കാൻ പോണില്ല. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ലൈൻ ഒരു 3-4 പേര്, ആ നമ്പർ 1 മാൻ, അത് കഴിഞ്ഞിട്ട് നമ്പർ 2, പിന്നെ നമ്പർ 3 ഇല്ല, ബാക്കിയുള്ളവരൊക്കെ നമ്പർ 2s ആണ്. ഇങ്ങനെ ഒരു ടീം അത് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുണ്ടാവണം. ആൻഡ് കേരളത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, അതിൻ്റെ റിസോഴ്സസ് എവിടെയാണ്? 10,000 കോടി രൂപയുടെ പദ്ധതി തിരുവനന്തപുരത്ത് കൊണ്ടുവരും. ശരി, 10,000 കോടി രൂപ എവിടെ? അത് കണക്ക് കൊടുക്കണം. ഞാൻ BJP ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ തർക്കം എന്താ? കേന്ദ്രം തരണം, കേന്ദ്രം തരാനില്ല, കേരളമാണ് കൊടുക്കേണ്ടത്, കേന്ദ്രമാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ ഫോർമുല ഒന്ന് ദയവ് ചെയ്ത് ജനങ്ങളോട് തുറന്ന് പറയണം. ഹൗ ദ സിസ്റ്റം ഈസ് ഫങ്ഷനിങ്. ഞാനിത് അന്വേഷിച്ചതാണ്. LSG ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്ന, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആളിനോട് തന്നെ ഞാൻ നേരത്തെ അന്വേഷിച്ചു. അദ്ദേഹം ആ സിസ്റ്റം എനിക്ക് പറഞ്ഞു തന്നു. ബട്ട് ഫോണിലൂടെയായിരുന്നു, എനിക്കത് മുഴുവനൊന്നും മനസ്സിലായില്ല. ഐ ഹാവ് ടു സിറ്റ് വിത്ത് ഹിം ആൻഡ് വെനെവർ ഹീ ഈസ് ഫ്രീ. ഇതിൻ്റെ സത്യാവസ്ഥ അറിയുക. ഈ സിസ്റ്റം ഫ്ലോ ചെയ്യുന്നത് ഒരു ഫോർമുല വെച്ച് റിസർവ് ബാങ്കിൽ നിന്ന് പൈസ ഇങ്ങനെ സ്റ്റേറ്റിലേക്ക് പോകും. ഓവർ ഡ്രാഫ്റ്റിൻ്റെ പരിധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സോഫ്റ്റ്വെയർ അലോ ചെയ്യില്ല. നിർമ്മലാ സീതാരാമന് പോലും അത് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ഓൾ ഫൈനാൻസ് കമ്മീഷൻ, നിതി ആയോഗ്, ഇവരൊക്കെ ചേർന്ന് തീരുമാനിച്ച, സ്റ്റേറ്റുകളും എല്ലാം ചേർന്ന് തീരുമാനിച്ച ഫോർമുലയാണ്. അതിൽ കൂടുതൽ 10 പൈസ ഒരു സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം റെഡ് ഫ്ലാഗ് വരും. ഇവിടെ എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ യു ആർ ആൻസറബിൾ. അത് നിങ്ങൾ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല.
ഇറ്റ് ഈസ് ഓൾ ലോക്ക്ഡ്. അത് ഏത് കോർപ്പറേഷനിലേക്ക് എത്ര പോകണം, സംസ്ഥാന സർക്കാരിലേക്ക് എത്ര പോകണം, ഡയറക്റ്റ് കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് എത്ര പോകണം, ഇതെല്ലാം വെൽ ഡിസൈൻഡ് പ്രിപ്പയർഡ് ആണ്. യു ഓപ്പൺ ദാറ്റ് ഫോർമുല ടു പീപ്പിൾ, സേ ദാറ്റ് ദിസ് ഈസ് ഇതാണ് കേരളത്തിന് കിട്ടാനുള്ളത്, ഇതാണ് സിസ്റ്റം, ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൊടുത്തതിന് കണക്ക് വേണം. കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 48 hours അവിടെ നിന്നുള്ള അടുത്ത ഫണ്ട് ഓട്ടോമാറ്റിക്കലി റിലീസാവും. ഇത് RBI ഗവർണർക്ക് പോലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഫുൾ പ്രൂഫായിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. പിന്നെ കണ്ടിൻജൻസിക്ക് വേണ്ടിയിട്ട് കുറേ കോടികൾ മാറ്റിവെക്കും. ഏതെങ്കിലും അപകടം വന്നു, അത് വന്നു പറഞ്ഞ് കണ്ടിൻജൻസി ഫണ്ട് ഉണ്ടാകും. ഇങ്ങനെ പല രീതിയിലുള്ള ഫണ്ടുണ്ട്. ബട്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് കേരള, ഇത് എങ്ങനെ ഇതിൽ നിന്ന് സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നത്, എങ്ങനെ സ്റ്റേറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഡയറക്റ്റ് പഞ്ചായത്തിലേക്ക് പോകുന്നതുകൊണ്ട്, ഡയറക്റ്റ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്നതുകൊണ്ട്. കാരണം നമ്മളുടെ സിസ്റ്റം ഉണ്ടല്ലോ, നരസിംഹറാവുവിൻ്റെ കാലത്ത് രാജീവ് ഗാന്ധിയുടെ ഐഡിയ ആയിരുന്നു പഞ്ചായത്തി രാജ്. അങ്ങനെയാണ് നമ്മുടെ ഈ 3 ടയർ സംവിധാനം വരുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, സാധാരണ ഗ്രാമപഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഈ 5 സാധനങ്ങൾക്ക് ഡയറക്റ്റ് ഫണ്ട് കിട്ടത്തക്ക രീതിയിലാണ് അന്ന് മുതൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. വികസനം എന്നൊക്കെ പറയില്ലേ, ഇവർക്ക് ആർക്കും തന്നെ വികസനത്തിൽ പങ്കില്ല. MLAക്ക് വികസനത്തിൽ പങ്കില്ല. കൊച്ചി മേയർ കൊച്ചിയിലെ ഇന്ന റോഡ് ശരിയാക്കാൻ പിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 100% വിശ്വസിക്കാം. അത് ചെയ്യാനുള്ള പൈസയും കപ്പാസിറ്റിയുള്ള ആളാണ് കൊച്ചി മേയർ. ബട്ട് ഇവിടുത്തെ MLA പറയുകയാണ് ഞാനിതങ്ങോട്ട് മലമറിക്കാൻ പോകണമെന്ന് നടക്കില്ല, വിശ്വസിക്കരുത്. കാരണം അങ്ങേർക്ക് റോളില്ലാതെ, ഈ റോളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ അന്ന് 93 നരസിംഹറാവു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ടാണ് പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കുന്നത്. എന്നിട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആവും. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തതെന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അവരെത്ര തവണ അമെൻഡ് ചെയ്ത് എന്തോ ആയിക്കോട്ടെ അത് ചെയ്തു. ഇപ്പം ഇത് കഴിഞ്ഞ് MP-മാർ സങ്കടം പറഞ്ഞു, ഞങ്ങൾക്ക് വികസനത്തിൽ യാതൊരു പങ്കുമില്ല, ഡയറക്റ്റ്ലി ഫണ്ട് കോർപ്പറേഷൻ പോകുന്നു, പിന്നെ ഞങ്ങൾക്ക് ഒരു നിയന്ത്രണം ഇല്ലല്ലോ, ഒരു സേ ഇല്ല. അപ്പം നരസിംഹറാവു പറഞ്ഞു അത് ശരിയാണ്, പിന്നെ ഞങ്ങളെന്തിനാ MP എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്, വിഷമിക്കേണ്ട, 2 കോടി രൂപ MP ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ MP-മാർക്കും. തുടർന്ന് നിയമസഭകളെല്ലാം തന്നെ MLA ഫണ്ട് എന്ന് പറഞ്ഞ് MLA-മാർക്കും വികസനത്തിൽ പങ്കില്ല. അങ്ങനെയാണ് ഇന്നയാൾ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാകുന്നത്. മറ്റേ വലിയ കുറ്റി ഉണ്ടല്ലോ, മാസ്റ്റ് ലൈറ്റ്, ഹൈ മാസ്റ്റ് ലൈറ്റ്, ഈ 2 സാധനമാണ് MLA. കാരണം ഈ ഫണ്ട് വെറുതെ പറ്റില്ല. ഇത് ജില്ലാ കളക്ടറുടെ ഒരു അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ വെച്ച് അപ്രൂവ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഫണ്ട് കയ്യിലുണ്ട്, പക്ഷേ ചിലവാക്കണമെങ്കിൽ ജില്ലാ കളക്ടർ സമ്മതിക്കണം. ഈ അവസ്ഥ. അപ്പോൾ ജില്ലാ കളക്ടർമാർ ചുമ്മാ എന്തെങ്കിലും നോൺസെൻസ് ഒക്കെ എഴുതി കൊടുത്താൽ അവർ അപ്രൂവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായി, ഈ നമ്മുടെ വെയിറ്റിംഗ് ഷെഡും ഹൈമാസ് ലൈറ്റും ഇതുണ്ടാക്കുന്ന വിദഗ്ധന്മാർ, കോൺട്രാക്ടർമാരുണ്ട്. അവർ പ്രോജക്റ്റ് റിപ്പോർട്ടും ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും, കാണേണ്ടവരെ കാണും, എല്ലാം ചെയ്തിട്ട് ഈ കമ്മിറ്റിയിൽ നിന്ന് ഇത് പാസ്സാക്കിയെടുക്കും. അതുകൊണ്ടാണ് നാട്ടിലെങ്ങും വെയിറ്റിംഗ് ഷെഡും ഹൈമാസ് ലൈറ്റും MLA-യുടെ MP-യുടെ ഒക്കെ വകയായിട്ട് വരുന്നത്. പിന്നെ ചെയ്യാവുന്നത് ജനറൽ ആശുപത്രിക്ക് മൂത്രപ്പുര ഉണ്ടാക്കും. VM സുധീരൻ്റെ ഫണ്ട് വലിയ, അതവസാനം കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളുടെ പേരൊന്നും എഴുതി വയ്ക്കരുതെന്ന് പറഞ്ഞു. ആരും മൈൻഡ് ചെയ്യാറില്ല, എല്ലാവരും പേരെഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ സംവിധാനം. ഈ സംവിധാനം ജനങ്ങളോട് സത്യസന്ധമായിട്ട് പറയുക. സത്യസന്ധതയുടെ അത്രയും നല്ല ഒരു പൊളിറ്റിക്സ് വേറെയില്ല. യു ടെൽ ദ പീപ്പിൾ ദ ട്രൂത്ത്. സി ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്, ദിസ് ഈസ് ദ പ്രോബ്ലം. ഇനി ഇത് മാറ്റണമെങ്കിൽ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളുടെയും കൺസെൻറ്റ് വേണം. അതില്ലാതെ ഈ ഫോർമുല മാറ്റാൻ പറ്റില്ല, മാറ്റുന്നത് ശരിയുമല്ല. ബട്ട് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഇനഫ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തേക്കാൾ കൂടുതൽ കൊടുക്കുന്നത് സിക്കിം. അപ്പോഴാണ് ഞാൻ കുറക്കാലമായിട്ട് മറന്നു കളക്കുന്നത് സിക്കിം എന്ന് പറഞ്ഞ സംസ്ഥാനമുണ്ട് മനസ്സിലാവുന്നത്. ആശാ വർക്കർമാരുടെ പ്രശ്നം വന്നപ്പോഴാണ്. ഇറ്റ്സ് എ സ്മോൾ സ്റ്റേറ്റ്, പ്രോബ്ലി അവർക്ക് ഇത്ര ആശാ വർക്കർമാരെകൾ അവർ ടപ്പെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൂട്ടിക്കൊടുത്തിട്ടുണ്ടാവാം അവരുടെ വിഹിതം. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഫോർമുലയുടെ പുറത്താണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫണ്ട്
അത് സമർത്ഥമായിട്ട് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു, നമുക്ക് കളക്ട് ചെയ്യാവുന്ന ടാക്സ് അത് സമർത്ഥമായിട്ട് നമ്മളെങ്ങനെ കളക്ട് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഇവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ എഫിഷ്യൻസി ഉള്ളത്. സംസ്ഥാന സർക്കാരാണെങ്കിൽ ഒരു രക്ഷയില്ല, അവർ കാറ് വാങ്ങാനായിട്ട് 100 കോടി രൂപ വകയിരുത്തുക. എന്നിട്ട് ആശാവർക്കർമാരുടെ ഡിമാൻഡുകൾ ന്യായമാണോ അല്ലയോ എന്നല്ല ഞാൻ നോക്കുന്നത്, ആഫ്റ്റർ ആൾ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം, ശരി, പൈസ എത്ര വരും അത് നോക്കിക്കഴിയുമ്പോൾ അതൊരു 30 കോടി രൂപയെ വരുള്ളൂ, കൊടുത്തേക്കിടും. അല്ല അന്യായമാണ് സാർ, അന്യായമോ ന്യായമോ 30 കോടിയല്ലേ ഉള്ളൂ, അത് കൊടുത്തേക്ക്. ദിസ് ഈസ് ഒരു അഡ്മിനിസ്ട്രേറ്റർ നോക്കുന്നത് എല്ലാ കാര്യത്തിലും അത് കൃത്യമാണോ ഡിമാൻഡ് അതൊന്നും നോക്കിയിട്ടില്ല, പൈസ ഇത്രയല്ലേ ഉള്ളൂ അത് കൊടുത്തേക്കുമ്പോൾ തീരട്ടെ, ആ പ്രശ്നം അങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി സത്യസന്ധമായിട്ട് ജനങ്ങളോട് കാര്യങ്ങൾ പറയുകയും ജനങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഞാൻ 2026 പ്രയാസമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചിലപ്പോൾ ആ അത്ഭുതം സംഭവിച്ചെന്നും വരും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഏഷ്യാനെറ്റിലെ ഇൻ്റർവ്യൂ തന്നെയാണ് ഞാൻ കണ്ടത്. അത് കണ്ടിട്ട് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, ഡീലിംഗ് ഏഷ്യാനെറ്റ് ഫ്രം രാജീവ് ചന്ദ്രശേഖർ, അത് ഡിസോണസ്റ്റി അല്ലേ, അത് അങ്ങേര് ഇത് ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ട. ഈ എല്ലാ ചാനലുകളും ഡിസ്ഇൻഫർമേഷൻ നടത്തും, അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കേണ്ടതാണ്. BJP പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഏഷ്യാനെറ്റിനെയും ചലഞ്ച് ചെയ്യാനുള്ള ബാധ്യത രാജീവ് ചന്ദ്രശേഖറിനാണ്. തീർച്ചയായും അദ്ദേഹം അതിലെ ഇൻവെസ്റ്റർ ആയിരിക്കാം, ബട്ട് ഞാൻ ഇൻവെസ്റ്ററാണ്, ഞാനും കാശ് മുടക്കും, പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് പോക്കൃത്തരാണ് എന്ന് പറയാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കണം. അത് സുരേന്ദ്രൻ ചെയ്തിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖർ അത് ചെയ്യുന്ന പ്രതീക്ഷ. ആ ഒരു സാധനം ഈ ചാനൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ചാനൽ ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പലരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്, ബട്ട് കയറ്റാൻ അവരെ കൊണ്ട് പറ്റില്ല. നെവർ എവർ ഡിപ്പെൻഡ് ഓൺ എ ചാനൽ ഓർ എ ന്യൂസ് പേപ്പർ ഫോർ യുവർ ഗ്രോത്ത്. ഇറ്റ് വിൽ നോട്ട് കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി ടു യുവർ ഗ്രോത്ത്, ബട്ട് ഇറ്റ് വിൽ ഓൺലി ഹാവ് എ നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ. ഇരിക്കുന്ന മന്ത്രിയെ ചീത്തയാക്കുക അല്ലാതെ, ഇരിക്കുന്ന സിസ്റ്റത്തെ വിമർശിക്കുകയല്ലാതെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനോ നന്നാക്കാനോ ഈ കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ ഡ്യൂട്ടി ആയിട്ട് അവർ കൂട്ടുന്നില്ല. അതാണ് ഉള്ളത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അല്ലെങ്കിൽ വേണേൽ അതിനകത്ത് ഇത്തിരി മാനിപ്പുലേഷൻ കൂടെ നടത്തും. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിനെ ഞാൻ വീണ്ടും ഐ റിപ്പീറ്റ്, കാരണം ഇന്നലെ ആ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു, എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. കേരളത്തിലെ BJPയിലെ ചില ആളുകൾക്കെങ്കിലും ഇദ്ദേഹം RSS വഴി വന്ന ആളല്ല, ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രവർത്തകരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്ന ആശങ്കയുള്ള കുറേ ഉണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ അതിനെയൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന, മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഭാഷണമായിരുന്നു. അൽഫോൻസ് കണ്ണന്താനം RSS വഴി വന്നതാണോ? അല്ല. ആനന്ദ ബോസ് RSS വഴി വന്നതാണോ? PC ജോർജ് RSS വഴി വന്നതാണോ? സോ ഈസ് രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ ഈ BJPയുടെ ഭാരവാഹികളെല്ലാം തന്നെ RSSൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ RSSൻ്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് BJP എന്ന് വരും. ഇറ്റ്സ് നോട്ട് സോ. BJP ഒരു ബഹുജന പ്രസ്ഥാനമാണ്. RSS കേഡർ ബേസ് ഉള്ള വേറൊരു സാംസ്കാരിക സംഘടനയാണ്. ഓഫ് കോഴ്സ് ദേ ആർ ഇൻ്റർലിങ്ക് ത്രൂ ഐഡിയോളജി. അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ദോഷം വരും. ഏതായാലും നല്ല വർത്തമാനം, നല്ല ഭാഷ ഒക്കെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിലുണ്ട്. നല്ല കേൾവിക്കാരൻ കൂടിയാകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.